മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലിന്റെ അനന്തരഫലങ്ങൾ സിനിമാ വ്യവസായത്തിന് തിരിച്ചടിയാകുന്നു. വിവാദത്തിലകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചു. ഇതിന് പിന്നാലെ പുതുതായി തുടങ്ങാനിരുന്ന ചില പ്രോജക്റ്റുകളും അനിശ്ചിതത്വത്തിലായി. സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ല എന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സിനിമയോടുള്ള താല്പര്യത്താൽ പണം മുടക്കിയിരുന്ന പ്രവാസികൾ അടക്കമുള്ളവരാണ് പുതിയ വിവാദത്തോട് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. 2023 160-ലേറെ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. ഇതിൽ ഒട്ടുമിക്ക സിനിമകളുടെയും നിർമ്മാതാക്കൾ പുതിയ ആളുകളായിരുന്നു. വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം വലിയ ട്രെൻഡായി മാറിയിരുന്നു. നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈപൊള്ളുകയും ചെയ്തു. 80കളിലും 90കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ ഹിറ്റ് നായകൻ അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പ്രവാസി മലയാളിയാണ്. ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നു. ഇനി സിനിമ നിർമ്മിക്കുക എന്നത് റിസ്ക്